AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഞാൻ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഓയിലൊന്നും ചേർക്കാതെ. ഞാനൊരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർക്കാതെ വേണം അതൊന്ന് വറുത്തെടുക്കാൻ. നന്നായിട്ട് തന്നെ പച്ചമണമൊക്കെ ഒന്ന് പോയി മൂത്ത് വരണം. തീ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മളിതിൽ ഓയിൽ ചേർക്കണില്ല. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചതും ഒരു 2 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് ഈ പൊടിയിൽ കിടന്നൊന്ന് നമുക്കൊരു ഏകദേശം അറിയാമല്ലോ ഇതൊന്ന് വെന്ത് വഴന്ന് വരുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു സമയം നമുക്ക് തീ ഓഫാക്കി ഇത് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അരയ്ക്കാനുള്ള കൂട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കി അരച്ചെടുക്കുമ്പോൾ കുറച്ച് നാളികേരം ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം ഞാൻ അരച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഞാനൊരു 4 ചുള കുടംപുളി ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നാളികേരം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അരപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. തീയും ഒന്ന് കത്തിച്ചു. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പുളി നന്നായിട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള ആ ഒരു ഗ്രേവി ഇവിടെ തിളച്ച് വന്ന് നമ്മുടെ പുളിയൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മീൻ നല്ല സുലഭമായിട്ട് നല്ല ഫ്രഷായ മീൻ കിട്ടും. അത് നല്ല ചെറിയ മീനുമാണ്. അപ്പോൾ ഞാൻ അയില മീനാണ് ഇതിലേക്ക് എടുത്തത്. മീനും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ മീനൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.